ഹായ് ഫ്രണ്ട്സ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എം.കോം പഠിക്കുന്ന കുട്ടികളുടെ ഒരു സബ്ജക്റ്റാണ് ബിസിനസ് എൻവയോൺമെൻറ്റ് ആൻഡ് പോളിസീസ്. അപ്പോൾ അതിലത്തെ ചാപ്റ്റർ വൈസ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മളെല്ലാം എടുത്തു വയ്ക്കാമെന്ന് വിചാരിക്കുക. പക്ഷെ നമുക്കത് ഏത് ചാപ്റ്ററിൽ എന്ന് അറിയാണ്ടിരുന്നു കഴിഞ്ഞാൽ അവിടെ തീർന്നു അല്ലേ. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ചാപ്റ്റർ വൈസ് നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കിയിട്ട് ഇമ്പോർട്ടൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ കിട്ടും. അതിനുശേഷം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് അതിലേക്ക് പോവാം. അപ്പോൾ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതിലെടുത്തിട്ടുണ്ട്. പാരഗ്രാഫ് 1, 2 മാർക്ക്, 4 മാർക്കൊക്കെ എടുത്തിട്ടുണ്ട്. അതിനുശേഷം പിന്നെ എസ്സേസും ഇതിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് ഫസ്റ്റത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫൈൻ ബിസിനസ് എൻവയോൺമെൻ്റ് ആണ്. ബിസിനസ് എൻവയോൺമെൻറ്റ് നമ്മളുടെ സബ്ജക്റ്റിൻ്റെ പേരായ കാരണം കൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു ഡെഫിനീഷൻ തീർച്ചയായിട്ടും പഠിക്കണം. ഞാനിവിടെ ഡിഫൈൻ ചെയ്യുന്നത് വില്യം എഫ് ഗ്ലൂക്ക് ആൻഡ് ലോറൻസ് ആർ ജോക്സ് എന്ന് പറയുന്ന ആളുകളുടെ ഡെഫിനേഷനാണ്. ദ എൻവയോൺമെൻറ്റ് ഇൻക്ലൂഡ് ഫാക്ടേഴ്സ് ഔട്ട്സൈഡ് ദ ഫേം വിച്ച് ക്യാൻ ലീഡ് ടു ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഓർ ത്രെറ്റ്സ് ടു ദ ഫേം. അതായത് ബിസിനസ്സിന് ചുറ്റുമുള്ള എൻവയോൺമെൻറ്റ്, ഈ എൻവയോൺമെൻറ്റിൽ ബിസിനസ്സിന് ഗുണകരവും ദോഷകരമായിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ഓൾദോ ദർ ആർ മെനി ഫാക്ടേഴ്സ്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഓഫ് ദ സെക്ടേഴ്സ് ആർ സോഷ്യോ ഇക്കണോമിക്, ടെക്നോളജിക്കൽ, സപ്ലയർ, കോമ്പറ്റീറ്റർ ആൻഡ് ഗവൺമെൻറ്. അതായത് ഈ ഫാക്ടേഴ്സിന് എക്സാമ്പിൾസ് ആണ് തന്നിരിക്കുന്നത്. കുറേ ഉണ്ട്, പക്ഷേ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഇവിടെ എക്സാമ്പിൾസ് ആയിട്ട് തന്നിരിക്കുന്നത്. Second question, define global business environment. The global business environment is a complex one. അതായത് ഇപ്പോൾ ഇതിപ്പോൾ ഒരു ഡെഫിനേഷനായിട്ടല്ല എഴുതിയിരിക്കുന്നത്. നമ്മുടെ ടെക്സ്റ്റിൽ ഫോളോ ചെയ്യുന്ന ടെക്സ്റ്റിൽ ഗ്ലോബൽ ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ ഒരു നല്ല ഡെഫിനേഷൻ ഇല്ല. സോ ഞാനൊരു മീനിങ് ജസ്റ്റ് എഴുതിയിട്ടുള്ളൂ. പിന്നെ നമുക്ക് ഇത് തന്നെ ലോങ് ക്വസ്റ്റ്യൻസ് ആയിട്ടും പോരത്തെ എസ്സേ ആയിട്ടൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മൾ ഇത് പഠിച്ചു കഴിഞ്ഞാലത്തെ ഗുണം, ഇപ്പോൾ ഈ ഒരു ബിസിനസ് എൻവയോൺമെൻറ്റ് എന്താണ്, അതിൻ്റെ ഫാക്ടേഴ്സ് എന്താണെന്നൊക്കെ ഒറ്റ ടേക്കിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതുകൊണ്ട് തന്നെ വലിയ ക്വസ്റ്റ്യൻസിനും ഫോമാക്കിനും again എസ്സേസിനും യൂസ്ഫുൾ ആണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് സെക്കൻഡ് വൺ ഗ്ലോബൽ ബിസിനസ് എൻവയോൺമെൻ്റ് ആണ്. ഗ്ലോബൽ ബിസിനസ് എൻവയോൺമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇത്തിരി കോംപ്ലക്സ് ആയിട്ടുള്ള ഒന്നാണ്. പിന്നെ വെൻ ബിസിനസ് ഓപ്പറേറ്റ് അക്രോസ് നാഷണൽ ബോർഡേഴ്സ് ടു ബൈ, സെൽ, പ്രൊഡ്യൂസ് ഓർ മാനുഫാക്ചർ ഗുഡ്സ് ആൻഡ് സർവീസസ് ആൻഡ് ഇൻ ഡിഫറെൻറ്റ് കൺട്രീസ് ദേ ആർ ഒബ്ലിഗഡ് ടു കൺസിഡർ എ നമ്പർ ഓഫ് ഇമ്പോർട്ടൻറ്റ് വേരിയബിൾസ്. അതായത് ഗ്ലോബൽ ബിസിനസ് എൻവയോൺമെൻറ്റ്, നമ്മളിപ്പോൾ ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എവിടത്തിന്നില്ലേ, ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന നാട്ടിലത്തെ ഒരു എൻവയോൺമെൻറ്റ് ബിസിനസ്സിൻ്റെ. അപ്പോൾ ഗ്ലോബൽ ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അപ്പോൾ നമുക്ക് വേർഡ് കേൾക്കുമ്പോൾ തന്നെ അറിയാം. ഗ്ലോബലി നമ്മൾ എന്തെങ്കിലും ഒരു സാധനം പർച്ചേസ് ചെയ്യുമ്പോഴോ സെൽ ചെയ്യുമ്പോഴോ മാനുഫാക്ചർ ചെയ്യുമ്പോഴോ അപ്പോൾ ഉണ്ടാവേണ്ട എൻവയോൺമെൻറ്റിനെയാണ് ഈ ഗ്ലോബൽ ബിസിനസ് എൻവയോൺമെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് മൈക്രോ എൻവയോൺമെൻറ്റ് എന്നാണ്. മൈക്രോ എൻവയോൺമെൻറ്റ് കൺസിസ്റ്റ് ഓഫ് ദ ഫാക്ടേഴ്സ് ഓഫ് ദ കമ്പനീസ് ഇമ്മീഡിയറ്റ് എൻവയോൺമെൻറ്റ്. ആ വേർഡ് ഇമ്പോർട്ടൻ്റ് ആണ്, ഇമ്മീഡിയറ്റ് എൻവയോൺമെൻറ്റ്. മൈക്രോ എൻവയോൺമെൻറ്റ് എന്ന് ആലോചിക്കുമ്പോൾ ഇമ്മീഡിയറ്റ് എൻവയോൺമെൻറ്റ് എന്ന് ഓർത്താൽ മതി. ഓക്കെ, ദാറ്റ് എഫക്റ്റ് ദ പെർഫോമൻസ് ഓഫ് ദ കമ്പനി. പെർഫോമൻസ്, അതായത് മൈക്രോ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റേർണലി ഹാപ്പൻ ചെയ്യുന്നതാണ്. അത് ഇമ്മീഡിയറ്റ് ആയിട്ട് എഫക്റ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. ഇനി മാക്രോ എൻവയോൺമെൻറ്റ്, ജസ്റ്റ് ഞാനിപ്പോൾ ഡെഫിനേഷൻ മാത്രമായിട്ട് ഇൻക്ലൂഡ് ചെയ്യാണ്ട് ഞാൻ അത് ഇങ്ങനെ ഓരോ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അതിൽ അത് കൺസിസ്റ്റ് ചെയ്യുന്നതൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. നമുക്ക് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എഴുതിയിട്ടുള്ളത്. മാക്രോ എൻവയോൺമെൻറ്റിൽ വരുന്നതാണ് ചോദ്യം, വാട്ട് ഇസ് മാക്രോ എൻവയോൺമെൻറ്റ്. അതിൽ കൺസിസ്റ്റ് ചെയ്യുന്നത് ഇക്കണോമിക് എൻവയോൺമെൻറ്റ്, പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ്, ലീഗൽ എൻവയോൺമെൻറ്റ്, സോഷ്യോ കൾച്ചറൽ എൻവയോൺമെൻറ്റ്, ഡെമോഗ്രാഫിക് എൻവയോൺമെൻറ്റ്. അതായത് നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ നോക്കണം? ആ ഒരു എൻവയോൺമെൻറ്റ് ഇക്കണോമിക്കലി സ്റ്റേബിൾ ആണോന്നും, അതിൻ്റെ പൊളിറ്റിക്കൽ കൾച്ചർ എങ്ങനെയാണെന്നും, ലീഗലി സപ്പോർട്ടബിൾ ആണോന്നും, ലൈക്ക് ഇപ്പോൾ സോഷ്യോ ഇക്കണോമിക്കൽ കൾച്ചർ, സോഷ്യൽ കൾച്ചർ എങ്ങനെയാണെന്നും, പിന്നെ ഡെമോഗ്രഫി അതൊക്കെ എങ്ങനെയാണെന്നുമാണ് നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മെയിൻലി നോക്കേണ്ടത്. അപ്പോൾ മാക്രോ എൻവയോൺമെൻറ്റ് ഇതിനൊക്കെ മൊത്തത്തിൽ പറയുന്ന പേരാണ് മാക്രോ എൻവയോൺമെൻറ്റ്, മീൻസ് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ്. നെക്സ്റ്റ് വൺ, വാട്ട് ആർ ദ മാർക്കറ്റിംഗ് ഇൻ്റർമീഡിയറീസ്. these are the firms which act as intermediary between company and consumers. കമ്പനിന് കൺസ്യൂമേഴ്സ് ഉണ്ടല്ലോ, അവരുടെ ഇടയിൽ ഇൻ്റർമീഡിയറീസ് ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ്
എന്ത് മാർക്കറ്റിംഗ് ഇൻ്റർമീഡിയറീസ്. ദർ ആർ നമ്പർ ഓഫ് മാർക്കറ്റ് ഇൻ്റർമീഡിയറ്റ്സ്. ഒരുപാട് മാർക്കറ്റ് ഇൻ്റർമീഡിയറീസ് ഉണ്ട്. ദോസ് ഫേം ദാറ്റ് എയ്ഡ് ദ കമ്പനി ഇൻ പ്രൊമോട്ടിംഗ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടിംഗ് ഇറ്റ് ഗുഡ് ടു ഫൈനൽ ബയേഴ്സ്. അതായത് നമുക്ക് ആ ഒരു വേർഡ് കേൾക്കുമ്പോൾ തന്നെ മാർക്കറ്റിംഗ് ഇൻ്റർമീഡിയറീസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവില്ലേ, മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളുടെ ഇപ്പോഴത്തെ കാലത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് കൂടുതൽ ഇതിനൊരു ബെസ്റ്റ് എക്സാമ്പിളായിട്ട് പറയുന്നത്. അതിൽ അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊമോട്ട് ചെയ്യുന്നു, സെല്ല് ചെയ്യുന്നു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ലൈക്ക് ഇപ്പോൾ ഞാനതൊരു എക്സാമ്പിൾ പറഞ്ഞാൽ അതുപോലെ തന്നെ അവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, സെല്ല് ചെയ്യുന്നുണ്ട്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ഗുഡ്സ് ഫൈനൽ ബയേഴ്സിന് കേട്ടോ. അടുത്ത് നമ്മൾ ഈ ഹോൾസെയിലേഴ്സ്, റീറ്റെയിലേഴ്സ് എന്നൊക്കെ പറയുന്ന ആ ഒരു കൺസെപ്റ്റ് തന്നെ. ഇനി അടുത്തത് വാട്ട് ഈസ് എ ട്രേഡ് യൂണിയൻ. ഇതൊക്കെ നമ്മൾ വിചാരിക്കും ബേസിക്കലി നമുക്കറിയാവുന്ന സംഭവം, ശരിയാണ്. അതായത് ഇപ്പോൾ നമുക്ക് നോർമലി നമ്മൾ കേട്ടിട്ടുള്ള ടേംസ് ആണ്. നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ ആധികാരികമായി നമ്മൾ കാണാണ്ട് പഠിക്കാതെ തന്നെ നമുക്കുള്ളിലുണ്ടെങ്കിൽ എഴുതാനായിട്ട് സാധിക്കും. ട്രേഡ് യൂണിയൻ എന്താണെന്നാണ് ചോദ്യം. ട്രേഡ് യൂണിയൻ ആൻഡ് ഇറ്റ്സ് ആക്ടിവിറ്റീസ് എ ക്രൂഷ്യൽ പാർട്ട് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ്. അതൊരു ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ ഒരിക്കലും മാറ്റി നിർത്തപ്പെടാനാവാത്തൊരു ക്രൂഷ്യൽ പാർട്ടായി മാറിയിരിക്കുകയാണ്. ട്രേഡ് യൂണിയൻ ഇസ് ദ കണ്ടിന്യൂസ് അസോസിയേഷൻ ഓഫ് വേജ് ഏണേഴ്സ്. വേജ് ഏണേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ അല്ലെങ്കിൽ ഒരു എംപ്ലോയറുടെ കയ്യിൽ നിന്ന് പൈസ കൂലി മേടിക്കുന്ന, അതങ്ങനെയാണ് കറക്റ്റ് പറയുകയാണെങ്കിൽ, കൂലി വാങ്ങുന്ന ആളുകളുടെ ഒരു സംഘടന. ഫോർ ദ പേർപ്പസ് ഓഫ് മെയിൻറ്റെയിനിങ് ഓർ ഇംപ്രൂവിങ് കണ്ടീഷൻ ഓഫ് ദ വർക്കിംഗ് ലൈഫ്. വർക്ക് ലൈഫ് ബാലൻസ് നമ്മളിപ്പോൾ കേട്ടിട്ടുണ്ട് അല്ലേ. അതുപോലെ തന്നെ വർക്ക് ലൈഫ്സിൻ്റെ കണ്ടീഷൻസും അവരുടെ വർക്കിംഗ് കണ്ടീഷൻസും അത് മെയിൻ്റനൻസും എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്ന അത്തരത്തിലുള്ളൊരു ഫോമിനെയാണ് നമ്മൾ ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത്. ഓക്കെ. അടുത്തത് വാട്ട് ഇസ് ക്വാളിറ്റി സർക്കിൾ. Quality circle is a small group of employees in the same work area or doing a similar type of work. അതായത് സെയിം വർക്ക് ഏരിയയിൽ വർക്ക് ചെയ്യുന്നവരും പിന്നെ അവർ സിമിലർ ടൈപ്പ് ഓഫ് വർക്ക് ചെയ്യുന്നവരുമായിരിക്കും. ഹു വളണ്ടറിലി meet regularly for about an hour every week to identify, analyze and resolve work-related problems leading to improvement in the total performance and enrichment of the work life. ലൈക്ക് ഇപ്പോൾ എക്സാമ്പിൾ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, BNA ഒക്കെ ഇല്ലേ, അതായത് ഇപ്പോൾ ഒരുപോലത്തെ സംഘടനകൾ ഉണ്ടാവില്ലേ, ഇപ്പോൾ ഓൾ കേരള അസോസിയേഷൻ, ടൈലേഴ്സ് അസോസിയേഷൻ, അങ്ങനെയൊക്കെ. അങ്ങനത്തെ ഒരു അസോസിയേഷനിൽ അവർ വോളണ്ടറിലി മീറ്റപ്പ് ചെയ്യാണ്. അവരിപ്പോൾ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുന്നവരല്ല, അവരിങ്ങനെ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുന്നവരല്ല, പക്ഷെ ഒരേ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ അവരുടെ വീക്കിലിയോ വൺസ് എന്തെങ്കിലും ഒരു മീറ്റിംഗ് ഓർഗനൈസ് ചെയ്യും. അവരുടെ പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം, പിന്നെ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുക, പിന്നെ അവരുടെ വർക്ക് ലൈഫ് എൻറിച്ച് ചെയ്യുക. അതൊക്കെയാണ് ഈ ക്വാളിറ്റി സർക്കിളിൻ്റെ മെയിൻ ഉദ്ദേശം. അടുത്തത് ഇൻ്റർനാഷണൽ എൻവയോൺമെൻ്റ് ആണ്. എട്ടാമത്തെയാണ് ദ ഗ്ലോബൽ ബിസിനസ് എൻവയോൺമെൻറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ എൻവയോൺമെൻറ്റ് in which sovereign countries with factors exogenous to the home environment of the organization influencing decision making on resource use and capabilities. Like നമ്മൾ ഇൻ്റർനാഷണൽ ഗ്ലോബൽ ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞല്ലോ, അത് തന്നെയാണ് ഈ ഇൻ്റർനാഷണൽ എൻവയോൺമെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ പിന്നെ മെയിനായിട്ട് പറയുന്നത് നമ്മുടെ ഹോം എൻവയോൺമെൻറ്റിന് എക്സോജനസ് ആയിട്ടുള്ള ഫാക്ടേഴ്സ്, പിന്നെ ലൈക്ക് അതിൻ്റെ ഡിസിഷൻ മേക്കിങ്ങിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഇപ്പോൾ റിസോഴ്സസ് യൂസ് ചെയ്യുന്നതിൻ്റെയോ കാപ്പബിലിറ്റീസ് യൂസ് ചെയ്യുന്നതിൻ്റെയോ അത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യാവുന്ന എൻവയോൺമെൻറ്റിനെയാണ് നമ്മൾ ഇൻ്റർനാഷണൽ എൻവയോൺമെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ ഫിസ്ക്കൽ പോളിസി എന്താണെന്നാണ്. ഫിസ്ക്കൽ പോളിസി നോക്കാം. ഇറ്റ് ഇൻക്ലൂഡ് ഗവൺമെൻറ് പോളിസി ഇൻ റെസ്പെക്റ്റ് ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ, ടാക്സേഷൻ ആൻഡ് പബ്ലിക് ഡെപ്റ്റ്. അതായത് അതൊരു ഫിസ്ക്കൽ പോളിസി എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം ഗവൺമെൻറ് പോളിസിയാണ്. അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫിസ്ക്കൽ പോളിസി നടപ്പിലാക്കിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പബ്ലിക് എക്സ്പെൻഡിച്ചർ, നമ്മുടെ പബ്ലിക്കിൻ്റെ വരവ് ചെലവ്, എക്സ്പെൻഡിച്ചർ, ടാക്സ്, പിന്നെ പൊതുകടം, ഇതൊക്കെ കണ്ടിട്ടാണ് ഈ
ഫിസിക്കൽ പോളിസി അല്ലെങ്കിൽ ഫിസിക്കൽ പോളിസിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ പോളിസി ഹാസ് ടു ഡിസൈഡ് ഓൺ ദ സൈസ് ആൻഡ് പാറ്റേൺ ഓഫ് ഫ്ലോ ഓഫ് എക്സ്പെൻഡിച്ചർ ഫ്രം ദ ഗവൺമെൻറ് ടു ദ ഇക്കണോമി. അതായത് ഫിസിക്കൽ പോളിസി ഡിസൈഡ് ചെയ്യുന്നത് ഈ എക്സ്പെൻഡിച്ചറിൻ്റെ ഫ്ലോമയാണ്. ലൈക്ക് ഇപ്പോൾ ഗവൺമെൻറ്റിന് ഇക്കണോമിയിലേക്ക് എത്ര ഫണ്ട് ഫ്ലോ ഉണ്ട്, ഇതിൻ്റെ ഒരു സൈസ് എത്രത്തോളമാണ്, ഇതിൻ്റെ പാറ്റേൺ എത്രത്തോളമാണ്, അതിനെ ബേസ് ചെയ്തിട്ടാണ് ഫിസിക്കൽ പോളിസി ഡിസൈഡ് ചെയ്യുന്നത്. ലൈക്ക് പിന്നെ അതുമാത്രമല്ല ബാക്ക് ലൈക്ക് ഇപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ ഗവൺമെൻറ്റിൽ നിന്ന് നമുക്ക് ഇത്ര എമൗണ്ട് ഫ്ലോ ഉണ്ട്, ഇവിടെ നിന്ന് ഗവൺമെൻറ്റിലേക്ക് എത്ര ഫണ്ട് ഫ്ലോ ഉണ്ട്, ഇതൊക്കെയാണ് ഫിസിക്കൽ പോളിസിയിൽ ഇൻക്ലൂഡഡ്. അടുത്തത് വാട്ട് ഇസ് മോണിറ്ററി പോളിസി. മോണിറ്ററി പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ദോസ് ആക്ടിവിറ്റീസ് ആൻഡ് ഇൻ്റർവെൻഷൻസ് ദാറ്റ് എയിം അറ്റ് സ്മൂത്ത് സപ്ലൈ ഓഫ് ക്രെഡിറ്റ് ടു ദ ബിസിനസ് ആൻഡ് എ ബൂസ്റ്റ് ടു ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി. ഈ മോണിറ്ററി പോളിസിയിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിസിനസ്സിന് എപ്പോഴും പണം ആവശ്യമാണ് അല്ലേ. അതിൻ്റെ സ്ട്രോങ് ഫൗണ്ടേഷനും എല്ലാത്തിനും മെയിൻ എന്താണ് സ്മൂത്ത് മൂവ്മെൻറ്റിന് എല്ലാത്തിനും മണി ആവശ്യമാണ്. അപ്പോൾ എളുപ്പത്തിൽ ക്രെഡിറ്റ് കിട്ടുന്ന അല്ലെങ്കിൽ കടമായിട്ട് പേയ്മെൻറ്റ്സ് കിട്ടുന്ന അതൊക്കെയാണ് ഈ മോണിറ്ററി കിട്ടണം. അത് നമ്മളുടെ സമൂഹത്തിലുള്ള ബിസിനസ്സും ട്രേഡും കച്ചവടം എല്ലാ കാര്യങ്ങളും എന്താണ് കൂട്ടാൻ വേണ്ടിയിട്ട് സ്മൂത്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതൊക്കെയാണ് ഈ മോണിറ്ററി പോളിസിയിൽ വരുന്നത്. ദ ടേം മോണിറ്ററി പോളിസി ഈസ് ഓൾസോ നോൺ ആസ് ക്രെഡിറ്റ് പോളിസി ഓർ കോൾഡ് RBI's മണി മാനേജ്മെൻറ്റ് പോളിസി ഇൻ ഇന്ത്യ. അതായത് മോണിറ്ററി പോളിസീനെ ക്രെഡിറ്റ് പോളിസിന്നും RBIയുടെ മണി മാനേജ്മെൻറ്റ് പോളിസിന്നും ഇന്ത്യയിൽ പറയുന്നുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ, അതിലിപ്പോൾ വാട്ട് ഇസ് ബിസിനസ് എൻവയോൺമെൻറ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതുപോലെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടല്ലോ, അതൊന്ന് വിപുലീകരിച്ച് എഴുതണം. നമുക്കത് വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതിൽ എഴുതാത്തത് കേട്ടോ. അടുത്തത് വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ്. ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ ഫീച്ചേഴ്സ് ഞാൻ പോയിന്റ് ഔട്ട് ചെയ്തിട്ടുള്ളൂ. എന്താണെന്ന് നോക്കാം. എൻവയോൺമെൻറ്റ് ഫോഴ്സസ് ഡിഫർ ഫ്രം കൺട്രി ടു കൺട്രി. ബിസിനസ് എൻവയോൺമെൻറ്റ് ഇപ്പോൾ ഒരു കൺട്രിയിലത്തെ പോലെ നമ്മുടെ കൺട്രിയിലത്തെ പോലെയല്ല വേറൊരു കൺട്രിയിൽ എന്നാണ് പറയുന്നത്. സോഷ്യോളജിക്കൽ എൻവയോൺമെൻറ്റ് പിന്നെ പറയുന്നത് കോംപ്ലക്സ് ആണ്, ഡൈനാമിക് ആണ്. പൊളിറ്റിക്കൽ ആൻഡ് ഇക്കണോമിക് എൻവയോൺമെൻറ്റ് ഇസ് ഇൻ്റർ റിലേറ്റഡ്. പൊളിറ്റിക്കലും ഇക്കണോമിക് എൻവയോൺമെൻറ്റും ഇൻ്റർ റിലേറ്റഡും ആണ്. പിന്നെ സോഷ്യലി ഒരു കമ്മിറ്റ്മെൻ്റ് ഉള്ളൊരു എൻവയോൺമെൻറ്റ് ആണ്. പിന്നെ എന്താണ് ഇത്രയൊക്കെയാണ്. ഇത് ഭയങ്കര പ്രിസൈസ് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഇതൊക്കെ നിങ്ങൾ വിപുലമായിട്ട് എഴുതണം. ഓക്കെ. അടുത്തത് വാട്ട് ആർ ദ കമ്പോണൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ്. ബിസിനസ് എൻവയോൺമെൻറ്റ് കമ്പോണൻസ് എന്താണെന്നാണ് ചോദ്യം. ദ മേജർ കമ്പോണൻറ്റ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ് കൺസിസ്റ്റ് ഓഫ് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ. നേരത്തെ പറഞ്ഞായിരുന്നു ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റും എക്സ്റ്റേണലും. പിന്നെ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ 2 കമ്പോണൻസ് ഉണ്ട്, ബിസിനസ് ഓപ്പർച്യൂണിറ്റിയും ത്രെറ്റും. ഇൻറ്റേർണലിൽ ഉണ്ട് 2 എണ്ണം, സ്ട്രെങ്ത്തും വീക്ക്നെസ്സും. അടുത്തത് എക്സ്പ്ലെയിൻ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ്. ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ ഒരു സാധ്യത എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. ഐഡൻറ്റിഫൈ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെറ്റ്സ്. ബിസിനസ്സിൻ്റെ ഓപ്പർച്യൂണിറ്റീസും ത്രെറ്റ്സും അനലൈസ് ചെയ്യുക. ഹെൽപ്പ് ടു ഫോർമുലേറ്റ് സ്ട്രാറ്റജിക് ഡിസിഷൻസ് ആൻഡ് പോളിസീസ്. അതായത് അനലൈസ് ചെയ്യുക മാത്രമല്ല, ഐഡൻറ്റിഫൈ ചെയ്യുക മാത്രമല്ല ചെയ്യേണ്ടത്, അതിന് വേണ്ടിയിട്ടുള്ള പ്ലാൻസും സ്ട്രാറ്റജീസും ഫോർമുലേറ്റ് ചെയ്യണം. അതിന് ഹെൽപ്പ് ചെയ്യുന്നു. ജനറൽ എൻവയോൺമെൻറ്റ്. പിന്നെ മൈക്രോ എൻവയോൺമെൻറ്റ് ആൻഡ് മാക്രോ എൻവയോൺമെൻറ്റ്. അത് നേരത്തെ പറഞ്ഞായിരുന്നു നമ്മൾ എന്താണ് മാക്രോ എൻവയോൺമെൻറ്റ് എന്താണ്, അതൊക്കെ വെച്ചിട്ട് നമ്മളിതിപ്പോൾ ഞാൻ പോയിന്റ് പറഞ്ഞാലും നിങ്ങൾ വിശദമായിട്ട് എഴുതണം കേട്ടോ. പിന്നെ കൺട്രോളബിൾ ആൻഡ് അൺകൺട്രോളബിൾ. ഏതാണ് കൺട്രോളബിൾ? ലൈക്ക് ഇപ്പോൾ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് ആണ് കൂടുതൽ കൺട്രോളബിൾ ആയിട്ട് വരുന്നത്. എക്സ്റ്റേണൽ പുറത്തുള്ളതിന് നമുക്ക് അത്രയ്ക്കും പെട്ടെന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അടുത്തത് വാട്ട് ആർ ദ ചാലഞ്ചസ് ഓഫ് ഇൻറ്റേർണൽ ബിസിനസ് എൻവയോൺമെൻറ്റ്. ഇൻറ്റേർണൽ ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ ചാലഞ്ചസ്. ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു കുടക്കീഴിൽ എല്ലാം വരുത്തണം, അങ്ങനത്തെ ഒരു കൺസെപ്റ്റാണ് ഗ്ലോബലൈസേഷൻ. ഈ ഗ്ലോബലൈസേഷൻ്റെ ചാലഞ്ച് ഓഫ് ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈവിധ്യങ്ങൾ വരുമ്പോൾ, ഓരോ എൻവയോൺമെൻറ്റിൽ വ്യത്യാസങ്ങൾ വരുമ്പോഴത്തെ ഒരു ചാലഞ്ചസ് ഓഫ് എത്തിക്സ് ആൻഡ് ഗവേണൻസ്. ഗവൺമെൻറ്റിൻ്റെ എത്തിക്സിലും ഗവേണൻസിലും വന്നേക്കാവുന്നതായിട്ടുള്ള ചാലഞ്ചസ് ഓഫ് എൻവയോൺമെൻറ്റൽ ബാലൻസ്. എൻവയോൺമെൻറ്റിന് ഒരു ബാലൻസുമാണ് ഇത് പോകുന്നത്. ഒന്ന് കൂടിയാലോ കുറഞ്ഞാലോ ആ ബാലൻസ് തെറ്റും. അപ്പോൾ അത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകേണ്ട ഒരു ചാലഞ്ച് വരുന്നുണ്ട്. ചാലഞ്ച് ഓഫ് സേഫ് ഗാർഡ് ദ ഡിഗ്നിറ്റി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് ഹെൽത്ത്.
ഹ്യൂമൻ റിസോഴ്സും ഹെൽത്തും. ഇത് സേഫ് ഗാർഡ് ചെയ്യപ്പെടേണ്ട സംഭവം തന്നെയാണ് അല്ലേ. അതിനൊരു കരുതൽ നമുക്ക് കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇതിൻ്റെ ഒരു ചാലഞ്ച്. പിന്നെ എന്താണ് ബാലൻസ് ബിറ്റ്വീൻ എത്തിക്സ് ആൻഡ് ഇക്കണോമിക്സ്. എത്തിക്സും ഇക്കണോമിക്സിൻ്റെ ഇടയിൽ ഒരു ബാലൻസ് ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഒന്നുകൂടിയ പ്രശ്നമാണ്. അധികമായാൽ അമൃതം വിഷം എന്ന് പറയുന്ന ഒരു സംഭവം കൺസെപ്റ്റ് ഉണ്ടല്ലോ. എത്തിക്സും ഇക്കണോമിക്സും തമ്മിലൊരു ബാലൻസ്. അതും ഇത്തരത്തിലുള്ള സംഭവങ്ങളാണ് ഈ ചാലഞ്ചസ് എന്ന് പറഞ്ഞു വരുന്നത്. അടുത്തത് വാട്ട് ആർ ദ എക്സ്റ്റേണൽ ബിസിനസ് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്. ഇതിൽ മൈക്രോ എൻവയോൺമെൻറ്റിൽ പറയുന്നത് സപ്ലയേഴ്സ്, കസ്റ്റമേഴ്സ്, കോമ്പറ്റീറ്റേഴ്സ്, മാർക്കറ്റിംഗ് ഇൻ്റർമീഡിയറീസ്, പബ്ലിക്. ഇതാണ് എന്താണ് എക്സ്റ്റേണലിൽ മൈക്രോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൺസെപ്റ്റിൽ വരുന്നത്. മാക്രോയിൽ വരുന്നത് ഇക്കണോമിക്, പൊളിറ്റിക്കൽ, ലീഗൽ, സോഷ്യോ കൾച്ചറൽ, ഡെമോഗ്രാഫിക്, നാച്ചുറൽ, ടെക്നോളജിക്കൽ, ലേബർ, ഇൻ്റർനാഷണൽ. നമ്മൾ മുൻപത്തെ ആ ഒരു ക്വസ്റ്റ്യൻസിൽ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അടുത്തത് വാട്ട് ആർ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ട്രേഡ് യൂണിയൻ. ട്രേഡ് യൂണിയൻ വന്നുകൊണ്ടുള്ള ഗുണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംപ്രൂവ്ഡ് വർക്കിംഗ് കണ്ടീഷൻ, കളക്റ്റീവ് ബാർഗെയിനിങ്, ഇപ്പോൾ സാലറി കേസുകളിലൊക്കെ എംപ്ലോയിഡ് അസോസിയേഷനാണ്, കളക്റ്റീവ് ആക്ഷൻ, ഒത്തൊരുമിച്ചുള്ള പരിപാടികളാണ്, ജോബ് സെക്യൂരിറ്റി ഉണ്ട്, മിനിമൈസ് ഡിസ്ക്രിമിനേഷൻ, പിന്നെ പ്രൊഡക്ടിവിറ്റി കൂട്ടുന്നു. അടുത്തത് പ്രൊസീജിയർ ഓഫ് രജിസ്ട്രേഷൻ ഓഫ് ട്രേഡ് യൂണിയൻ ഇൻ ഇന്ത്യ. അതും സ്റ്റെപ്പ് വൈസ് ആണ്, പക്ഷെ അത് കുറച്ച് ലോങ് ആണ് കേട്ടോ. ചിലപ്പോൾ ഒരു എസ് എ ഒക്കെ ആയിട്ട് വന്നേക്കാവുന്ന ഒരു സംഭവമാണ്. എസ് എ ക്വസ്റ്റ്യൻ ഉള്ളത് പാരഗ്രാഫ് ക്വസ്റ്റ്യൻ തന്നെയാണ്. എസ് എ വേറെ ഉണ്ട് കേട്ടോ. ഇനി ഗ്രൂപ്പ് ഓഫ് 7 or more persons ക്യാൻ ഫോം എ ട്രേഡ് യൂണിയൻ. ട്രേഡ് യൂണിയന് 7 അതിൽ കൂടുതൽ ആൾക്കാർക്ക് ട്രേഡ് യൂണിയൻ ഫോം ചെയ്യാം. നോ ട്രേഡ് യൂണിയൻ ഓഫ് ദ വർക്ക്മെൻ ഷാൽ ബി രജിസ്റ്റേർഡ് അൺലെസ് അറ്റ്ലീസ്റ്റ് 10% or 100 whichever is less persons engaged or employed in the establishment or industry with which it is connected are the members of such trade union on the date of making of application for registration. ഇവിടുത്തെ ഒരു ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10% അഥവാ 100 പേര്, ഇത്ര പേരെങ്കിലും ആ ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ ആ ഒരു ഫീൽഡിൽ എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നവർ എന്താണ് ഇത്ര കൗണ്ട് ഇതിലിപ്പോൾ ഏതാണോ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 10% അല്ലെങ്കിൽ 100 പേഴ്സൺസും ഇത്ര കൗണ്ടെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു സംഭവം ട്രേഡ് യൂണിയൻ രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ഈ ഡേറ്റിൽ, അതായത് ഈ ഒരു ആപ്ലിക്കേഷൻ ഓഫ് രജിസ്ട്രേഷൻ്റെ ഒരു ഡേറ്റ് ഉണ്ടല്ലോ, ആ ഡേറ്റിന്. അടുത്തത് എ രജിസ്റ്റേർഡ് ട്രേഡ് യൂണിയൻ ഓഫ് വർക്ക്മെൻ ഷാൾ അറ്റ് all time continuous to have not less than 10% or 100 of the workmen, whichever is less, subject to a minimum of 7 engaged or employment in an establishment or industry with which is connected as its members. ഇതിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 10% ആ ഒരു കണക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ അമെൻമെൻറ്റിന് മുൻപ് 2001 അമെൻമെൻറ്റിന് മുൻപ് 7 ആളുകൾ മതിയായിരുന്നു. പിന്നെ അതിന് ശേഷമാണ് കേട്ടോ ഈ ഒരു ഇത്രയ്ക്കും അധികം ആളുകളുടെ ആവശ്യം വന്നത് ട്രേഡ് യൂണിയൻ രൂപീകരിക്കുന്നതിന്. പിന്നെ ഇതിന് ലീഗൽ ഇപ്പോൾ ഫസ്റ്റത്തെ അപ്പോയിൻമെൻറ്റ് ഓഫ് രജിസ്ട്രാർ അങ്ങനെ കുറച്ച് ഇതുണ്ട്. ഞാൻ പോയിൻറ്റ്സ് ഇവിടെ സൈഡിൽ ആഡ് ചെയ്ത് കൊടുക്കാം, അത് നിങ്ങളൊന്ന് നോക്കി ഇതാക്കിയാൽ മതി. പിന്നെ പറയുന്നത് രജിസ്റ്റേർഡ് ട്രേഡ് യൂണിയൻ ഓഫ് വർക്ക്മെൻ ഷാൽ അറ്റ് all times continue to have not less than 10% or 100 of the workmen, whichever is less, subjected to minimum of 7 engaged or employment in an establishment or industry with which is connected as its members. മെമ്പേഴ്സിനായിട്ടുള്ള കണക്ഷൻ ആണല്ലോ നമ്മൾ ഇതിൽ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ എണ്ണം നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഇതിൽ ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ആണ് കേട്ടോ പറയുന്നത്. ബാക്കി പോയിൻറ്റ്സ് ഞാൻ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അത് അല്ലെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് നോക്കിയിട്ടൊന്ന് റെഫർ ചെയ്യണം. ഞാൻ വളരെ ഷോർട്ടായിട്ട് എഴുതിയിട്ടുള്ളൂ. പിന്നെ മിനിമം ഏജ് ലിമിറ്റ് പറയുന്നുണ്ട് 18 വയസ്സാണ്. പിന്നെന്താണ് for being an office bearer the person has to be above 18 years. ഓഫീസ് ഭാരവാഹിയൊക്കെ ആവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 18 വയസ്സിന് മുകളിൽ വേണം എന്ന് തന്നെ പറയുന്നുണ്ട്. പിന്നെ എന്താണ് എവരി ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഓഫ് ട്രേഡ് യൂണിയൻ ഷാൽ ബി മെയ്ഡ് ഇൻ അപ്പൻഡഡ് ടു ദ ട്രേഡ് യൂണിയൻ ആക്ട് 1926 ബിഫോർ ദ രജിസ്ട്രേഷൻ ഓഫ് ട്രേഡ് യൂണിയൻ ഷാൽ ബി അക്കംപ്ലിഷ്ഡ് ബൈ എ കോപ്പി ഓഫ് റൂൾസ് ഓഫ് ട്രേഡ് യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഗിവിംഗ് പെർട്ടിക്കുലർ അബൌട്ട് ദ സെയിം. അതായത് ഇതിന് അപ്ലിക്കേഷൻസ് അങ്ങനെ ഒരുപാട് പ്രൊസീജിയേഴ്സ് വരുന്നുണ്ട്. നമ്മൾ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട പോയിൻറ്റ്സ് ആണിത്. ബാക്കിയുള്ളത് ഞാൻ പോയിന്റ് വൈസ് ഇതിൽ ആഡ് ചെയ്യാം സ്ലൈഡായിട്ട്, അത് നിങ്ങൾ നോക്കാം. ഓക്കെ,
അടുത്തത് എക്സ്പ്ലെയിൻ ദ ഓപ്പറേഷൻ ഓഫ് ക്വാളിറ്റി സർക്കിൾ ആണ്. ക്വാളിറ്റി സർക്കിളിൻ്റെ ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് തന്നെയാണ്. ഫസ്റ്റ് നമ്മൾ ഇനീഷ്യൽ മീറ്റിംഗ് വെക്കും, അതിനുശേഷം സെക്കൻഡ് ഓർ തേർഡ് മീറ്റിംഗ്, പിന്നെ ഫോർത്ത് മീറ്റിംഗ് വരുന്നുണ്ട്. പിന്നെയും ഇതുപോലെ തന്നെ മീറ്റിംഗ്സ് ആണല്ലോ അവരുടെ മെയിനായിട്ട്. അതിലാണ് ഓപ്പറേഷൻസും കാര്യങ്ങളും സൊല്യൂഷൻസും പിന്നെ ആ സൊല്യൂഷൻസ് ഇംപ്ലിമെൻറ്റേഷനൊക്കെ വരുന്നത്. അത് ഞാൻ പറഞ്ഞ പോയിന്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. വിശദമായിട്ട് നിങ്ങൾ നോക്കണം, മീറ്റിംഗ്സിൽ എന്തൊക്കെ പറയണം, അങ്ങനത്തെ കാര്യങ്ങൾ, മിനിറ്റ്സ് ഒപ്പിടുക, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അടുത്തത് ഇൻ്റർനാഷണലൈസേഷനും ഗ്ലോബലൈസേഷനും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. 4 മാർക്കിനൊക്കെ ആണെങ്കിൽ 2 പോയിന്റ്സ് എഴുതിയാൽ മതി. നമുക്ക് ഗ്ലോബലൈസേഷൻ ഫസ്റ്റ് നോക്കാം. ഗ്ലോബലൈസേഷൻ ഇസ് ദ ഡിപ്പെൻഡൻസ് ഓഫ് വൺ ഇക്കണോമി ഇൻ എ കൺട്രി ഓർ റീജിയൻ വിത്ത് അനദർ ടു മെയിൻറ്റെയിൻ സ്റ്റെബിലിറ്റി ആൻഡ് ഫ്ലറിഷ് ഇൻ ഈക്വൽ ടേംസ് സോ ആസ് ടു മെയിൻറ്റെയിൻ ഹെൽത്തി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇക്കണോമീസ്. അതായത് നമ്മൾ ഒരു സംഭവം ഗ്ലോബലി ആക്സെപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ ആക്സെപ്റ്റ് ചെയ്യുക. ഇപ്പോൾ കൾച്ചറൽ ഡൈവേഴ്സിറ്റി ഒക്കെ മാറ്റി വെച്ചിട്ട് ആക്സെപ്റ്റ് ചെയ്യുക, അങ്ങനെ ഒരു സംഭവം ആണ് വരുന്നത്. അതായത് ഇപ്പോൾ ഒരു സ്റ്റേബിളായിട്ട് ഈക്വലി ആ ഒരു ഇപ്പോൾ ടേംസിൽ ആ ഒരു ബിസിനസ് മെയിൻറ്റെയിൻ ചെയ്യുക, അത് സ്റ്റേബിളായിട്ട് മുന്നോട്ട് പോവുക. പിന്നെ ഇക്കണോമീസ്, ഇപ്പോൾ അതായത് നമ്മുടെ നാട്ടിലെ ഇക്കണോമി ആയിരിക്കില്ല വേറൊരു നാട്ടിലത്തെ, അപ്പോൾ അതൊന്ന് സ്റ്റേബിളായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം ഒരു കുടക്കീഴിൽ വരുന്ന ഒരു കൺസെപ്റ്റ്. അടുത്തത് അതിൻ്റെ സെക്കൻഡ് പോയിന്റ്, ഇറ്റ് ഇൻവോൾവ്സ് ഇൻ്റർഡിപ്പെൻഡൻസ് ഓഫ് 2 ഇക്കണോമീസ്. അതായത് അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയിലേക്ക് വരുന്നതാണ് 2 ഇക്കണോമീസ്. അവർ ഡിപ്പെൻഡബിൾ ആയി മാറുകയാണ്. ദ പ്രോഗ്രസ് ക്യാൻ ബി സീൻ ഇൻ മോർ ദാൻ എ റീജിയൻ ഓർ ഇക്കണോമി ഇൻവോൾവ്ഡ്. അതായത് ഇപ്പോൾ പ്രോഗ്രസ് ഉണ്ടാകുമ്പോൾ ഒരു ഇക്കണോമിയിലല്ല ഉണ്ടാവുക, മറ്റ് ഇക്കണോമിയിലും ഉണ്ടാവും. നമ്മുടെ കൂടെ ഡിപ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു ഇക്കണോമിയിലും കൂടെ അത് റിഫ്ലക്റ്റ് ചെയ്യും. അടുത്തത് ഇൻഡസ്ട്രിയലൈസേഷൻ ആണ് നോക്കാം. ഇൻഡസ്ട്രിയലൈസേഷൻ ഇസ് ദ സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ് ഇൻ ആൻ ഇക്കണോമി ഇനേബിളിംഗ് ഇറ്റ് സെൽഫ് ഓൺ മാനുഫാക്ചറിങ് ഗുഡ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ്. അതായത് ഇതിലിപ്പോൾ നമ്മൾ വേറൊരു ഇക്കണോമിനെ ചെയ്യുന്നില്ല, അപ്രോച്ച് ചെയ്യുന്നില്ല, നമുക്ക് യൂസ് ചെയ്യാവുന്ന സാധനങ്ങൾ നമ്മളുടെ ഈ ഒരു ഇൻഡസ്ട്രിയിൽ തന്നെ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കൺസെപ്റ്റ്. ഇൻഡസ്ട്രിയലൈസേഷൻ ഡിപ്പെൻഡ് ഓൺലി ഓൺ എ സിംഗിൾ ഇക്കണോമി ആൻഡ് ഇറ്റ് ഡസ് നോട്ട് ഇൻവോൾവ് ഇൻട്രാക്ഷൻ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഇക്കണോമിയിലാണ്, വേറെ ഇൻട്രാക്ഷൻസ് വരുന്നില്ല. എക്സ്പ്ലെയിൻ ഫങ്ഷൻസ് ഓഫ് ട്രേഡ് യൂണിയൻ. ട്രേഡ് യൂണിയൻ്റെ ഫങ്ഷൻസ് നേരത്തെ നമ്മൾ ചെറിയ ക്വസ്റ്റ്യനിൽ നോക്കിയായിരുന്നു. നെഗോഷിയേറ്റ് എഗ്രിമെൻറ്റ് വിത്ത് എംപ്ലോയീസ് ഓൺ പേ ആൻഡ് കണ്ടീഷൻ, ഡിസ്കസ് മേജർ ചേഞ്ചസ് ടു ദ വർക്ക് പ്ലേസ് സച്ച് ആസ് ലാർജ് സ്കെയിൽ റിഡൻഡൻസി. വർക്ക് പ്ലേസിലത്തെ മേജർ ചേഞ്ചസ് വരുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡിസ്കസ് ചെയ്യുക. ഡിസ്കസ് ദർ മെമ്പേഴ്സ് കൺസേൺസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യുക. പിന്നെ കമ്പനി ദർ മെമ്പേഴ്സ് ഇൻ ഡിസിപ്ലിൻ ആൻഡ് ഗ്രീവൻസ് മീറ്റിംഗ്. എന്തെങ്കിലും ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും ആക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ കമ്പനി ചെയ്യുക. പ്രൊവൈഡ് ദർ മെമ്പേഴ്സ് വിത്ത് ലീഗൽ ആൻഡ് ഫിനാൻഷ്യൽ അഡ്വൈസ്. ഫിനാൻഷ്യലി ലീഗലി എന്തെങ്കിലും ഇഫ് എനി റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിൽ ചെയ്യണം. പ്രൊവൈഡ് എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസ് ആൻഡ് സർട്ടൻ കൺസ്യൂമർ ബെനിഫിറ്റ്സ് സച്ച് ആസ് ഡിസ്കൗണ്ടഡ് ഇൻഷുറൻസ്. അതൊരു എക്സാമ്പിളാണ് ഡിസ്കൗണ്ടഡ് ഇൻഷുറൻസ്. അതുപോലെ എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക. അടുത്തത് വാട്ട് ഇസ് ലേബർ എൻവയോൺമെൻറ്റ്. ലേബർ എൻവയോൺമെൻറ്റ് ബേസിക്കലി ലേബർ എൻവയോൺമെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലേബറിന് അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റ്, ലേബേഴ്സിന് സുഖകരമായിട്ട് വർക്ക് ചെയ്യാനുള്ളൊരു എൻവയോൺമെൻറ്റ്, ആ ഒരു കൺസെപ്റ്റാണ് ലേബർ എൻവയോൺമെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് എത്രത്തോളം ഒരു ഫേമിനെ ബാധിക്കും, ബിസിനസ്സിനെ ബാധിക്കും, അങ്ങനെ ഒരു എൻവയോൺമെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് വഴി അതൊക്കെയാണ് ലേബർ എൻവയോൺമെൻറ്റിൽ വരുന്നത്. സോ ഇതാണ് പാരഗ്രാഫ് ക്വസ്റ്റ്യൻ 1, 2 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ വരുന്നത്. എസ് എ ക്വസ്റ്റ്യൻ ഞാനിപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, അത് കുറച്ച് വലുതാണ്. അപ്പോൾ പിന്നെ ഇതിൽ അഡീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനതിൽ സ്ലൈഡായിട്ട് ആഡ് ചെയ്ത് തരാം. അപ്പോൾ അത് നിങ്ങളൊന്ന് നോക്കൂ. പിന്നെ വീഡിയോസ് നിങ്ങൾക്ക് ഇങ്ങനെ മതിയെങ്കിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറയാം, മനസ്സിലാവുന്നില്ലെങ്കിലും പറയണം. എന്നാലാണ് നമുക്ക് തീർച്ചയായിട്ടും ഇമ്പ്രൂവ്മെൻറ്റ്സും മാറ്റങ്ങളും വരുത്താനായിട്ട് സാധിക്കുള്ളൂ. ഇത്തരത്തിലെടുത്ത് പോയാൽ മതിയൊന്നും നിങ്ങൾ അറിയിക്കണം കേട്ടോ.
ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഇതുപോലെ പ്രിപ്പയർ ചെയ്ത് ക്വസ്റ്റ്യൻസ് മാത്രം പോരല്ലോ, നമ്മൾ ആൻസേഴ്സും കൂടെ ഇതിൽ ആഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് മാത്രമാണെങ്കിൽ സുഖമായിട്ട് പറഞ്ഞ് തീരും. പക്ഷെ നമ്മളിതിൽ ആൻസേഴ്സും കൂടെ ആഡ് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്. എന്നാലും പരമാവധി വേഗത്തിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള ചാപ്റ്റേഴ്സും ചെയ്യാം. ഇനി ഒരുപാട് സബ്ജക്ട്സ് നമുക്ക് ചെയ്യാനുണ്ടല്ലോ. അപ്പോൾ നമുക്ക് നോക്കാം, എന്തായാലും പരമാവധി എന്തായാലും തീർക്കാനുള്ള ഇതിൽ നമ്മൾ നോട്ടുകളൊക്കെ നല്ല തകൃതിയായിട്ട് പ്രിപ്പറേഷൻസ് നടക്കുന്നുണ്ട്. പിന്നെ ടൈപ്പ് ചെയ്ത് ഇരിക്കാനുള്ളൊരു ടൈം ഇല്ലാത്ത കാരണം കൊണ്ടാണ് നമുക്കിത് ടൈപ്പ് ചെയ്ത് പിന്നെ അത് വീഡിയോ ആയിട്ട് വരുമ്പോൾ ഒരുപാട് സമയം പോകുന്നുണ്ട്. സോ അത് കാരണം കൊണ്ടാണ് എഴുതിയിട്ട് തന്നെ ഇടുന്നത്. മനസ്സിലാവുന്നില്ലെങ്കിൽ പറയണം. നോട്ട്സ് നമ്മളെ ടെലഗ്രാം ഗ്രൂപ്പിലും പിന്നെ നമ്മൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് നമുക്ക്. അപ്പോൾ അതിലിപ്പം മെമ്പേഴ്സ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ വാട്സപ്പിൽ. പക്ഷെ ടെലഗ്രാമ് മുന്നോട്ട് ഉണ്ട്. അപ്പോൾ അതിൽ കുറച്ച് മെമ്പേഴ്സൊക്കെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ നോട്ട്സ് നമ്മൾ ഷെയർ ചെയ്ത് മുൻപും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുട്ടികൾ ഹെൽപ്പ് ചെയ്ത് പഠിക്കുന്നതും നമ്മൾക്ക് ആ ഗ്രൂപ്പിൽ കാണാൻ പറ്റും. നമ്മളുടെ വീഡിയോസ് മാത്രമല്ല, അവരെല്ലാ ചാനലിലത്തെ വീഡിയോസ് അതിൽ ഇട്ട് കൊടുക്കും നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട് നല്ലൊരു അപ്രോച്ച് തന്നെയാണ്. സോ അപ്പം അങ്ങനത്തെ കാര്യങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. കമ്മ്യൂണിറ്റി ആയിട്ടിരുന്ന് പഠിക്കുമ്പോൾ അതിൻ്റെതായ ഗുണങ്ങളുണ്ടാവും. ഈ പറഞ്ഞ പോലെ ക്ലാസ്സുകളിൽ എന്തെങ്കിലും പോരായ്മയൊക്കെ ഉണ്ടെങ്കിൽ പറയാൻ ഒരിക്കലും മടി കാണിക്കരുത്. സോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. നമുക്ക് ബാക്കിയുള്ള ഇതിൻ്റെ എക്സസൈസ് ഉണ്ട്, അത് ഇപ്പോൾ നാളെ പാർട്ട് 2 ആയിട്ട് ഇടാം കേട്ടോ. താങ്ക് യു.